ഓക്കെ, നമുക്ക് മാഗ്നറ്റിസത്തിൻ്റെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചു മാഗ്നറ്റിസത്തിൽ ഒരു കറണ്ട് ക്യാരി കണ്ടക്ടറിൻ്റെ അടുത്ത് നമ്മളൊരു ബാർ മാഗ്നറ്റ് വെക്കുമ്പോൾ രണ്ടെണ്ണത്തിലും ഫീൽഡ് വരും. അപ്പോൾ ഒരു ഫോഴ്സ് എക്സ്റ്റേർട്ടഡ് ആവും. ആ ഫോഴ്സ് നമ്മൾ എഫ് എന്ന് വിളിക്കുവാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു BIL എന്ന് പറഞ്ഞു അല്ലേ, KBIL. അതായത് എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി, എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ, എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു KBIL എന്ന് എഴുതാം. അപ്പോൾ ഒരു ആംഗിൾ കാണും ഇതിന് രണ്ടിൻ്റെ ഇടയിലായിട്ട്. സോ ആ ആംഗിളിൻ്റെ തീറ്റ എന്ന് വിളിക്കുവാണെങ്കിൽ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു KBIL സൈൻ തീറ്റ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇതിനകത്ത് ഈ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു KBIL ആവും. കാരണം സൈൻ 90 ഈസ് 1. അപ്പം ഇതാണ് മാക്സിമം ഫോഴ്സ് എക്സെർട്ടഡ്. അതായത് ആ രണ്ടെണ്ണം പെർപെൻഡിക്കുലർ ആണെങ്കിൽ. അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രിയോ അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രിയോ ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു 0 ആവും. അതായത് ഫോഴ്സ് അവിടെ കാണില്ല, നോ ഫോഴ്സ് വിൽ ബി ദെയർ. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സിനെ നമുക്ക് ഡയറക്ഷൻ പറയുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, സപ്പോസ് ഇതാണ് നമ്മുടെ കൈയെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ്. അതിൽ ഈ തള്ളവരിൽ കറണ്ട്, ഇത് ഫോഴ്സ്, ഇത് ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ ഈ തമ്പ് നമ്മുടെ ഫോഴ്സ്, ഇതെന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇത് കറണ്ട്. അത് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് നോക്കാം. അതായത് സപ്പോസ് നോക്കിക്കോ, ഇത് തമ്പ്, പിന്നെ ഉള്ളത് എന്താണ്, ഇൻഡെക്സ് ഫിംഗർ, അത് കഴിഞ്ഞിട്ടുള്ളത് മിഡിൽ ഫിംഗർ അല്ലേ, കുറച്ചുകൂടി വലുതായിട്ട് മിഡിൽ ഫിംഗർ. സോ ഈ തമ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫാദർ ബ്രദർ ചൈൽഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. ഫാദർ ബ്രദർ ചൈൽഡ്, ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. അങ്ങനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇലക്ട്രിക് മോട്ടർ. ഇലക്ട്രിക് മോട്ടർ എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആക്കുന്നു. മെക്കാനിക്കൽ എനർജിയെ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ റൊട്ടേഷണൽ എനർജി ആക്കുന്നു. അതായത് ഒരു കോയിലിനകത്ത് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കുമ്പോൾ അത് ഇലക്ട്രിക്കൽ എനർജിയെ റൊട്ടേഷണൽ എനർജി ആക്കുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനകത്തോട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കൊടുത്താൽ അത് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതായത് അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അപ്പോൾ എന്തുണ്ടാവും, ഒരു മോഷൻ സംഭവിക്കും. ഇങ്ങനെ നമുക്കൊരു ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് ഒരു ഒരു റൊട്ടേഷണൽ എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ലൂപ്പ് കൺസിഡർ ചെയ്യാം. ഈ ലൂപ്പിനെ നമ്മൾ അർമേച്ചർ ലൂപ്പ് എന്ന് പറയും കേട്ടോ. അർമേച്ചർ ലൂപ്പ്. ഈ ലൂപ്പ് എന്ന് പറയുന്നത് സപ്പോസ് ABCD എന്ന് വെച്ചോ. സോ കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പോകും അല്ലേ. അപ്പം ഈ ഒരു ഈ ലൂപ്പ് നോക്കിയേ, ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഇവിടെ അതുപോലെ തന്നെ ഈ സെറ്റപ്പിനകത്ത് നമ്മൾ കമ്മ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഹാഫ് റിങ്ങുകളാണ്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് റിങ്സ് എന്ന് പറയും. അതുപോലെ കാർബൺ ബ്രഷസ് ഉണ്ട്. അത് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ഇതെല്ലാം ഇതിൻ്റെ റൊട്ടേഷന് സഹായിക്കുന്ന കാര്യങ്ങളാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി കേട്ടോ. ഇപ്പം കറണ്ട് ക്ലോക്ക് വൈസിലൂടെയാണ് ഇത് റൺ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ രണ്ടിടത്തും പല ഡയറക്ഷനിലായതുകൊണ്ട് 2 ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ്. അതായത് ഒരിടത്ത് അപ്വേർഡ് ഫോഴ്സ് ആണെങ്കിൽ മറ്റൊരിടത്ത് ഡൗൺവേർഡ് ഫോഴ്സ് ആയിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് തിരിയും. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരെണ്ണം അങ്ങോട്ട് കറങ്ങും, ഒരെണ്ണം ഇങ്ങോട്ട്, അങ്ങനെ അതൊരു ആ ഒരു റൊട്ടേഷന് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മളിപ്പം ഈ കാർബൺ ബ്രഷസ് ഈ സ്പ്ലിറ്റ് റിങ്സുമായിട്ടുള്ള കോണ്ടാക്റ്റ് വിട്ടാലും അപ്പം കറണ്ട് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്താൽ ഈ റൊട്ടേഷൻ നടക്കും ഡ്യൂ ടു ഇനേർഷ്യ. ഓക്കെ, അപ്പം വീണ്ടും നമ്മുടെ കറണ്ട് വീണ്ടും റെസ്യൂം ചെയ്യുമ്പം ഈ ഡയറക്ഷൻ റിവേഴ്സ് ആകുമ്പോൾ ഫോഴ്സ് ഓൺ ഐദർ സൈഡ് വിൽ ഓൾട്ടോ ഗെറ്റ് റിവേഴ്സ്ഡ്. അതുകൊണ്ട് എന്താ, റൊട്ടേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ദർ വിൽ നോട്ട് ബി എനി ഇൻറ്ററപ്ഷൻ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നമുക്ക് ഒരു കോയിലിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ എന്തായി കൊടുത്തു, ഇലക്ട്രിക്കൽ എനർജി കൊടുത്തിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചത്.
ഓക്കെ, അപ്പം നമ്മൾ ഇനി റൊട്ടേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം? ആദ്യം നമുക്ക് കറണ്ട് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? കറണ്ട് ഇൻക്രീസ് ചെയ്താൽ നമുക്കറിയാം ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. സോ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാം, അങ്ങനെ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യാം, അങ്ങനെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് റൊട്ടേഷനും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. രണ്ടാമതൊരു മെത്തേഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് നമ്പർ ഓഫ് ലൂപ്സ് കൂട്ടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും. ഓരോ ലൂപ്പിനും ഓരോ മാഗ്നറ്റിക് ഫീൽഡ് വരും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോഴ്സ് കൂടും, ഫോഴ്സ് കൂടുമ്പോൾ റൊട്ടേഷൻ കൂടും. അങ്ങനെയും നമുക്ക് റൊട്ടേഷൻ കൂട്ടാൻ പറ്റും. റൊട്ടേഷൻ വിൽ ഓൾസോ ഇൻക്രീസ്. പിന്നെ മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ദ ഏരിയ. ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ കോയിൽ, അതായത് ഇപ്പം ഒരു കോയിലല്ലേ, ഇതിനകത്ത് കുറേ തിന്നായിട്ടുള്ള കുറേ കോയിൽസ് ഇങ്ങനെ ബൈൻഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഏരിയ കൂട്ടണം. ഏരിയ കൂട്ടുമ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും, അതുവഴി ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും, അതുവഴി അതിൻ്റെ റൊട്ടേഷനും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറഞ്ഞത് മൈക്കൽ ഫാരഡെ ആണ്. മൈക്കൽ ഫാരഡെ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറഞ്ഞത്. ഓക്കെ, എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? അതായത് നമ്മളിപ്പോൾ പറഞ്ഞു കറണ്ടിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു കോയിൽ വെച്ചു, ആ കോയിലിൻ്റെ അടുത്ത് ബാറ്ററി ഒന്നും വെച്ചിട്ടില്ല, എന്നിട്ട് ഒരു ബാർ മാഗ്നറ്റ് സൈഡിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഈ ബാർ മാഗ്നറ്റ് ഒന്ന് നീക്കിയപ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഒരു ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് കറണ്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള മീറ്ററാണ് ഗാൽവനോമീറ്റർ വെച്ച് നോക്കിയപ്പോൾ ഇതിനകത്ത് കറണ്ട് ഇൻഡ്യൂസ്ഡ് ആയതുപോലെ തോന്നി. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സ്റ്റേഷനറി ആയിട്ട് ആ കോയിൽ വെച്ചപ്പം ആ കോയിലിന് എന്താ സംഭവിച്ചത്? അവിടെ മാഗ്നറ്റിക് ഫീൽഡിന് ഒന്നും സംഭവിച്ചില്ല, സ്റ്റേഷനറി ആയിരുന്നു. പക്ഷേ ആ ബാർ മാഗ്നറ്റ് നമ്മൾ മൂവ് ചെയ്തപ്പം അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചായി. ഈ ബാർ മാഗ്നറ്റ് മൂവ് ചെയ്തപ്പം മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചായി. അപ്പോൾ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ചേഞ്ച് വരുമ്പോൾ കറണ്ട് പ്രൊഡ്യൂസ് ആവും. അങ്ങനെയാണ് ആ കോയിലിനകത്ത് കറണ്ട് വന്നത്. ഓക്കെ, ഇതിനെയാണ് ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ. അതായത് കറണ്ടിനെ നമ്മൾ ഇൻഡ്യൂസ് ആണ് ഇവിടെ ചെയ്തത്. അപ്പം നമ്മൾ കറണ്ട് വേഴ്സസ് മാഗ്നറ്റ് ഒരെണ്ണം കാണിച്ചു തരാം. കറണ്ട് വേഴ്സസ് മാഗ്നറ്റ്. അപ്പം നോക്കിക്കോ, നമ്മളൊരു കോയിൽ ഇവിടെ വെച്ചു. കോയിൽ വെച്ചിട്ട് ഒരു മാഗ്നറ്റ് ഇവിടെ വെച്ചു. മാഗ്നറ്റ് വെക്കുമ്പോൾ ഇതിനെ അങ്ങോട്ട് വരും. ഇത് മാഗ്നറ്റ് വെറുതെ വെക്കുമ്പം ഒരു ചേഞ്ചും ഇല്ല, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. മാഗ്നറ്റിനെ ഫ്രണ്ടിലോട്ട് നീക്കുമ്പം എന്ത് സംഭവിക്കും? കറണ്ട് ആദ്യമേ കറണ്ട് 0 ആയിരുന്നു. പിന്നെ മാഗ്നറ്റ് മൂവ് ചെയ്തപ്പോൾ എന്ത് പറ്റി? കറണ്ട് ഇൻഡ്യൂസ്ഡായി. ഓക്കെ, അപ്പം ഇതാണ് ഫാരഡേസ് എക്സ്പെരിമെൻറ്റ് വിച്ച് വാസ് ഇൻസ്പയർഡ് ബൈ ഓൾസ്റ്റഡ് എക്സ്പെരിമെൻറ്റ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസസ് കറണ്ട് എന്നായി. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ കറണ്ടിൻ്റെ ഡയറക്ഷനെ നമുക്ക് നമ്മൾ മറ്റേ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അതിനകത്ത് തമ്പ്, ഇൻഡെക്സ് ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ. തമ്പ് എന്ന് പറയുമ്പോൾ FBC, ഫാദർ, ബ്രദർ, ചൈൽഡ്. അതായത് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറണ്ട് അല്ലേ? ഇവിടെ ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചാണ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് തമ്പ്, ഇൻഡെക്സ്, മിഡിൽ ഫിംഗർ. തമ്പ്, അതായത് നമ്മളിവിടെ തമ്പെന്ന് പറയുന്നത് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ആണ്. മോഷൻ ഓഫ് ദ കണ്ടക്ടർ. മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡും ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡും മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് കറണ്ടും. ഈ സെയിം തന്നെ ഇവിടെ മോഷൻ ഓഫ് ദ കണ്ടക്ടർ, ഇവിടെ ഫോഴ്സ് ഒന്നേ ഉള്ളൂ.
ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യണം, ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു ലോ ഉണ്ട്, അതിനെ ലെൻസ് ലോ എന്ന് പറയും. ലെൻസ് ലോ അനുസരിച്ച് ഒരു കോയിലിൻ്റെ അടുത്തോട്ട് ഞാനൊരു ബാർ മാഗ്നറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ബാർ മാഗ്നറ്റിൻ്റെ ഈ സൈഡ് നോർത്ത് പോൾ ആണെങ്കിൽ കോയിലിൻ്റെ ഈ സൈഡ് നോർത്ത് പോളായിട്ട് മാറും. ഇനി ഞാൻ ഇവിടെ ഒരു ഈ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. ബാർ മാഗ്നറ്റ് തിരിച്ച് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈ കോയിലിൻ്റെ ഇവിടം സൗത്ത് പോളായിട്ട് മാറും. അപ്പോൾ കറണ്ട് ഇവിടെ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോകും. ആൻഡ് ഇവിടെ കറണ്ട് ക്ലോക്ക് വൈസ് ആയിട്ട് പോകും. ഓക്കെ, ഇനി നമുക്ക് ഒരു കോയിലിനകത്ത് എങ്ങനെ കറണ്ടിനെ ഇൻഡ്യൂസ് ചെയ്യാം. സോ ഇൻഡ്യൂസിങ് കറണ്ട് ഇൻ എ സർക്യൂട്ട്. Inducing current in a circuit. Electromagnetic induction ആരാണ്? മൈക്കിൾ ഫാരഡേ. അപ്പം മാക്സിമം കറണ്ട് എപ്പോഴാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? മാക്സിമം കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത് കോയിൽ ഈസ് 90 ഡിഗ്രി ടു ബി. അതായത് നമ്മൾ പഠിച്ചിട്ടില്ലേ, എഫ് മാക്സിമം ആവുന്നത് എപ്പോഴാണ്? എഫ് മാക്സിമം ആവുന്നത് എപ്പോഴാണ്? തീറ്റ 90 ഡിഗ്രി ആവുമ്പോൾ. കാരണം എഫ് ഇസ് ഈക്വൽ ടു BIL സൈൻ തീറ്റ ആവുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അപ്പം മിനിമം കറണ്ട് എപ്പോഴായിരിക്കും? മിനിമം കറണ്ട് എപ്പോഴാണ്? ദ കോയിൽ ഈസ് അറ്റ് പാരലൽ ടു ബി, അതായത് വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 0 ഓർ 180 ഡിഗ്രി. ഓക്കെ, അപ്പം നോക്കിക്കേ, ഒരു ആ കോയിൽ നമ്മൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പം 0 ടു മാക്സിമം ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു കോയിൽ വെക്കുക വിത്തൗട്ട് എനി ബാറ്ററി. ഇപ്പോൾ 0 ടു മാക്സിമം ആകുമ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്നുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് അല്ലേ അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവും. ഇനി പിന്നെ ഒരു ചേഞ്ചും ഇല്ല, പെട്ടെന്നൊരു ഡിഫ്ലക്ഷൻ സംഭവിക്കും. ഇവിടെ കറണ്ട് പെട്ടെന്നൊന്ന് വന്നു, അത്രേ ഉള്ളൂ. ഇനി എപ്പോഴാണ് വരുന്നതെന്നറിയോ? ഇനി വരുന്നത് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാക്സിമത്തിൽ നിന്ന് 0 ആയി, അപ്പോഴും ഒരു ചേഞ്ച് വന്നില്ലേ? അപ്പോൾ എന്തോ പറ്റും? വീണ്ടും കറണ്ട് ഇൻഡ്യൂസ് ആവും. പക്ഷെ ഈ കറണ്ട് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇൻഡ്യൂസ് ആവുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു കോയിലിനെ നമ്മളൊരു AC സോഴ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അടുത്തൊരു കോയിൽ വെച്ചാൽ എന്താ പറ്റുന്നത്? ഈ ഒരു കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവും അടുത്ത കോയിലിൽ. എന്തുകൊണ്ടാണ്? കാരണം AC എന്ന് വെച്ചാൽ എന്താ? ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന കറണ്ടാണ്. അപ്പം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എപ്പോഴും ചേഞ്ച് ആയിരിക്കുന്ന കറണ്ട് ആയതുകൊണ്ട് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും കറണ്ടിനെ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ AC ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് AC ആൻഡ് DC പറ്റി പഠിക്കാം. വാട്ട് ഈസ് AC ആൻഡ് DC? AC എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. DC ഓക്കെ നമ്മൾ എഴുതാം. AC എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ആൻഡ് DC is called direct current. നമുക്ക് ആദ്യമേ AC പറ്റി പഠിക്കാം. AC എന്ന് പറയുമ്പം മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവും വിത്ത് ടൈം. അതുപോലെ തന്നെ ഡയറക്ഷനും ചേഞ്ച് ആവും. ഇപ്പം നമ്മൾ കറണ്ട് വേഴ്സസ് ടൈം ഗ്രാഫ് AC-യുടെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സൈൻ വേവ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണെന്നറിയാമല്ലോ? നമ്പർ ഓഫ് വേവ്സ്. അതായത് ഇപ്പം ഇത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ AC-യുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. പുറത്തുള്ള രാജ്യങ്ങളിൽ അത് 60 to 65 ഹെർട്സ് വരാറുണ്ട്. ഈ 50 ഹെർട്സ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ചേഞ്ചസ് 100 times per second. ഹെർട്സ് ഇത് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ് ആണ്. നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് DC എന്താണെന്ന് നോക്കാം. DC എന്ന് വെച്ചാൽ ഡയറക്റ്റ് കറണ്ട്.
ഡയറക്റ്റ് കറണ്ടിനെയാണ് ഡി സി എന്ന് പറയുന്നത്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കേഷണലി അങ്ങനെ ചേഞ്ച് ചെയ്യത്തില്ല, ഒക്കേഷണലി മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. ഒക്കേഷണലി ഓൺലി ഇറ്റ് വിൽ ചേഞ്ച്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡയറക്ഷൻ ഇല്ല, കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡാണ്. അതുപോലെ തന്നെ ഇതിന് ഫ്രീക്വൻസി ഇല്ല, സോ 0 ഫ്രീക്വൻസി ആയിരിക്കും. ഇനി നമ്മളൊരു ഇതിൻ്റെ ടൈം വേഴ്സസ് കറണ്ട് ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് കിട്ടും, സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഇപ്പം നമുക്ക് എ സി ഡി സി സോഴ്സായിട്ട് നമുക്ക് സെല്ല്, ബാറ്ററി, ഡി സി ജനറേറ്റർ, പൾസി ഷോക്ക് എല്ലാം ഡി സി ആണ്. നമ്മുടെ വീട്ടിൽ എ സി ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലെസ് ട്രാൻസ്മിഷൻ. ഓക്കെ, അത് നമുക്ക് എഴുതാം. ഹോമിൽ, നമ്മുടെ വീടുകളിൽ നമുക്ക് എ സി സോഴ്സ് ആയിരിക്കും, ബിക്കോസ് ഓഫ് ലെസ് ട്രാൻസ്മിഷൻ ലോസ് ആൻഡ് വോൾട്ടേജ് അഡ്ജസ്റ്റബിലിറ്റി. ഇനി എ സിയെ നമുക്ക് ഡി സി ആക്കാൻ പറ്റും. അപ്പം എ സി ടു ഡി സി ആക്കിയിട്ടാണ് നമ്മൾ ടി വി, മൊബൈൽ ചാർജിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഹെവി മെഷീൻസ് ലൈക്ക് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അതെല്ലാം നമ്മൾ എ സി സോഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഇലക്ട്രിക് ജനറേറ്റർ. ഇലക്ട്രിക് ജനറേറ്റർ, 2 തരം ജനറേറ്റേഴ്സ് ഉണ്ട്. എ സി ജനറേറ്റർ ആൻഡ് ഡി സി ജനറേറ്റർ. എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും. ഈ ജനറേറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? ജനറേറ്റേഴ്സ് മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ജനറേറ്റേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ബിഫോർ വി ഗോൺ ടു ദീസ് ഇൻ ഡീറ്റെയിൽ, നമുക്ക് മോട്ടറും ജനറേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ മോട്ടർ ആൻഡ് എ ജനറേറ്റർ? അപ്പോൾ ഇനിഷ്യലി ഒരു മോട്ടറിനകത്ത് സംഭവിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ റൊട്ടേഷണൽ എനർജി ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു ജനറേറ്ററിനകത്ത് നമ്മൾ മെക്കാനിക്കൽ എനർജീനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കറണ്ട് സപ്ലൈ വേണം. കറണ്ട് സപ്ലൈ ഈസ് റിക്വയർഡ്. അതായത് ഒരു കറണ്ട് സോഴ്സ് എപ്പോഴും വേണം മോട്ടറിനകത്ത് ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആക്കാൻ. പക്ഷെ ഇവിടെ നമ്മൾ കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൊഡ്യൂസ് കറണ്ട്. അപ്പം കോയിലിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും വിത്തൗട്ട് ഇൻപുട്ട് കറണ്ട്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വാട്ടർ ഡാമിലെ വാട്ടേഴ്സ്, അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കോയിലിനെ നമ്മൾ വെള്ളം ആ ടർബൈനിൽ വീഴ്ത്തി നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ആ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് ആ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത് അത് ഇൻഡ്യൂസ് ചെയ്ത് നമ്മൾ കറണ്ടാക്കി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പം ഇനി നമ്മൾ പറയുന്നത് ജനറേറ്റേഴ്സിനെ പറ്റിയാണ്. അപ്പം 2 തരം. അപ്പം നമ്മൾ ഇപ്പം ഇനി പറയാൻ പോകുന്നത് ജനറേറ്റേഴ്സിനെ പറ്റിയാണ് കേട്ടോ. ജനറേറ്റേഴ്സ്. സോ 2 തരം ജനറേറ്റേഴ്സ് ഉണ്ട്. എ സി ജനറേറ്റേഴ്സും ഉണ്ട്, ഡി സി ജനറേറ്റേഴ്സും ഉണ്ട്. ഇത് രണ്ടും മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് എ സി ജനറേറ്റേഴ്സ്. എ സി ജനറേറ്റേഴ്സ്. അപ്പോൾ എ സി ജനറേറ്റേഴ്സിനകത്ത് നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ തന്നെ ഒരു കോയിലുണ്ട്. ഈ കോയിലിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കോയിലിനകത്ത് 2 സൈഡിൽ കൂടെയും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കും. മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പം ഇതിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ഇൻഡ്യൂസ്ഡ് ആവും. അപ്പം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഈ കോയിലിനകത്താവുമ്പം മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഈ കോയിലിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവും. കറണ്ട് ഇൻഡ്യൂസ്ഡ് അല്ലേ? അപ്പം ഈ കോയിലിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. കാരണം ഈ മാഗ്നറ്റ് എന്ന് പറയുന്നത് വലുതാണ്. അപ്പം നമുക്ക് എന്താണ് വേണ്ടത്? ഒരു കറണ്ട് ഇൻഡ്യൂസ്ഡ്. ബിഫോർ ദാറ്റ് ഒരു കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവണമെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പോരാ. പിന്നെന്താ നമുക്ക് വേണ്ടേ? ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡാണ് വേണ്ടത് അല്ലേ?
അപ്പോൾ ഈ 2 ബാർ മാഗ്നറ്റ് വലുതാണ്. അപ്പോൾ ഈ കോയിലിനെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പം ആ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് കറണ്ട് ഇൻഡ്യൂസ് ആവുന്നത്. സോ ദിസ് കോയിൽ ഈസ് റൊട്ടേറ്റഡ് യൂസിങ് ടർബൈൻസ്. ഇതിപ്പോൾ ടർബൈൻസിനകത്തോട്ട് വെള്ളം വീഴുന്നു. ആ വെള്ളം വീഴുന്ന ഫോഴ്സ് വെച്ചിട്ട് ഈ കോയിൽ റൊട്ടേറ്റ് ആവുന്നു. അങ്ങനെ ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവുന്നു. അങ്ങനെ കറണ്ട് ഇൻഡ്യൂസ് ആവുന്നു. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട് പഠിക്കാം. ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ടിൽ നമ്മുടെ വീടുകളിൽ 2 ടൈപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഹൈ അപ്ലയൻസസ് കാണും, പിന്നെ അല്ലെങ്കിൽ ലോ അപ്ലയൻസസ് കാണും അല്ലേ. അപ്പം ഈ നമ്മുടെ എല്ലാ സോക്കറ്റിലും 2 ഹോൾസ് ഉണ്ട്. ആ ഹോൾസ് 3 തരം ഹോൾസ് ഉണ്ട്. ആ ഹോളെന്ന് പറയുന്ന ആദ്യത്തെ ഹോള് ലൈവ്, രണ്ടാമത്തേനെ നമ്മൾ ന്യൂട്രൽ എന്ന് വിളിക്കും, മൂന്നാമത്തേനെ നമ്മൾ എർത്തിങ് എന്ന് വിളിക്കും. ഈ ലൈവ് വയറിൽ കൂടാണ് കറണ്ട് ഇൻ ആവുന്നത്, ന്യൂട്രൽ കൂടാണ് കറണ്ട് ഔട്ട് ആവുന്നത്. എർത്തിങ് എന്ന് പറയുന്നത് സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഈ ലൈവ് വയർ എപ്പോഴും റെഡോ അല്ലെങ്കിൽ ബ്രൗണോ ആയിരിക്കും. ന്യൂട്രൽ വയർ പണ്ട് ബ്ലാക്ക് ആയിരുന്നു, ബട്ട് നൗ ഇറ്റ് ഈസ് ബ്ലൂ. ഇത് പണ്ട് റെഡ് ആയിരുന്നു, നൗ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ബ്രൗൺ. ഇനി എർത്ത് വയർ ഗ്രീൻ ഓർ യെല്ലോയിൽ വരും. ഓക്കെ, ഇങ്ങനെ 3 വയേഴ്സ് കാണും. ഇനി പിന്നെ ഒരെണ്ണം പറഞ്ഞു, നമ്മൾ പാരലൽ കണക്ഷൻ ആയിരിക്കും വീടുകളിൽ ഉള്ളത്. പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും ഓഫ് റെസിസ്റ്റേഴ്സ് ആൻഡ് 200 വോൾട്ട്, കോൺസ്റ്റൻറ്റ് 200 വോൾട്ടാണ്. സോ റെസിസ്റ്റേഴ്സിൻ്റെ മാറ്റുന്നതനുസരിച്ചാണ് നമ്മൾ കറണ്ട് ഓരോ അപ്ലയൻസസിനും ഡിഫറെൻ്റ് ആയിട്ട് കറണ്ട് എത്തുന്നത്. സീരീസ് ആയിരുന്നെങ്കിൽ ഒരേ കറണ്ടാണ് പാസ് ചെയ്യുന്നത്. പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് നമുക്കറിയാം പാരലൽ കോമ്പിനേഷനകത്ത് വി സെയിമും ഐ ഡിഫറെൻറ്റും ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പാരലൽ കോമ്പിനേഷനാണ് ഹൗസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഇതുവരെ പഠിക്കുന്നത്. ഇനി ബാക്കി അടുത്ത ക്ലാസ്.